സുനിഷ ഇപ്പോൾ കരിക്കകത്താണ് സുനിഷയുള്ളത്. ഈ പൂജാരി അവിടെ ബാക്കി ജനങ്ങൾക്കും കൃത്യമായി അറിയുന്ന ആളാണോ? ഇയാളെ ഈ പൂജാരിയെ സംശയിക്കുന്ന രൂപത്തിലേക്ക് ആളുകളുടെ പ്രതികരണവും വരുന്നുണ്ടോ? സ്മൃതി, ഇന്ന് രാവിലെയാണ് ആ പൂജാരിയായ ദേവിദാസിനെ ഈ വീട്ടിൽ വെച്ച് പിടിക്കുന്നത് എന്നതാണ്, അതായത് കസ്റ്റഡിയിൽ എടുക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കുട്ടിയുടെ ശ്രീധുവിൻ്റെ മൊഴി രേഖപ്പെടുത്തുമ്പോഴാണ് ഈ പൂജാരിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് എന്നതാണ്. നിരന്തരമായി ശ്രീധുവും ഈ സഹോദരൻ ഹരികുമാറും ഈ ദേവിദാസിനുമായി ബന്ധപ്പെടാറുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ പറയുന്നത് പോലെ സംശയം ആഭിചാരക്രിയയിലടക്കം കടക്കുന്നു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇയാൾക്ക് ബന്ധമുണ്ടോ എന്നത് തന്നെയാണ് അന്വേഷണ സംഘം പരിശോധിക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ നമുക്ക് ഇവിടെ എത്തിയാൽ കാണാൻ കഴിയുന്നത്, സ്മൃതി, ഇതൊരു ഇടവഴി, ഈ കരിക്കകത്ത് എത്തിയാൽ ഒരു ഇടവഴി കയറിയാണ് ഈ ഭാഗത്തേക്ക് എത്തേണ്ടത്. കൃത്യമായി ഈ വീട്ടിലേക്ക് എത്തിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു യാഗം നടക്കുന്ന തരത്തിലുള്ള തറയൊക്കെ തന്നെയും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ യാഗത്തറ കാണാം. ഇവിടെ കൃത്യമായി ഏതെങ്കിലും തരത്തിലുള്ള പൂജ നടത്തുന്ന സൂചനകൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇതാണ് ഒരു യാഗത്തറ. അതിനകത്ത് ഈ പൂജാദ്രവ്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട്, ഈ ഭസ്മമൊക്കെ ഇട്ടുകൊണ്ടുള്ള പൂജ നടന്നതായിട്ടുള്ള സൂചന നൽകുന്ന ചില കാര്യങ്ങൾ കൂടി ഈ വീട്ടിനകത്ത് കാണാൻ കഴിയുമെന്നതാണ്. ഒപ്പം തന്നെ പല ഭാഗങ്ങളിലായി ഓരോ ചിത്രങ്ങളടക്കം ഈ വീടിന് സമീപത്തായി വെച്ചിട്ടുണ്ട് എന്നതാണ്. കൃത്യമായി തന്നെ ഈ വീട്ടിൻ്റെ കോമ്പൗണ്ടിലേക്ക് എത്തിയാൽ ഇതാണ് ഈ വീട്ടിൻ്റെ മുറ്റം എന്ന് പറയുന്നത്. അവിടെ തന്നെ കൃത്യമായി കാണാം നിരവധി പൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി ചിത്രങ്ങൾ, ഒപ്പം തന്നെ യാഗശാല, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വീട്ടിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഈ പലയിടത്തും, അതായത് ഈ വീട്ടിലേക്ക് കയറുന്നത് തൊട്ട് കയറിയതിന് ശേഷമുള്ള മറ്റൊരു തറയാണിത്. അങ്ങനെ പല ഭാഗങ്ങളിലായി ഇത്തരത്തിലുള്ള പൂജാ തറകളും ഈ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നതാണ്. നാട്ടുകാരുമായി സംസാരിച്ചപ്പോൾ ഇവർ പറയുന്നത്, ഇയാൾ നേരത്തെ ഒരു ട്യൂട്ടോറിയലിൽ പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു എന്നതാണ്. പ്രദീപ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് എന്നതാണ് നിലവിൽ പറയുന്നത്. അതിനുശേഷം മുട്ടക്കച്ചവടവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും പിന്നീട് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ്, അതായത് 7 വർഷമേ ആയിട്ടുള്ളൂ ഇത്തരത്തിൽ ജ്യോതിഷമായി ഇത്തരത്തിൽ ഇവിടെ പൂജാകർമ്മങ്ങളുമൊക്കെയായി മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് എന്നതാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇത്തരത്തിൽ പൂജ നടത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഇത്തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ തന്നെയും ഇവിടെ നടത്താറുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ ഈ പൂജാരിക്ക് ഇവരുമായി ബന്ധമുണ്ടോ, ഈ ശ്രീധുവുമായോ അല്ലെങ്കിൽ ഈ കൊലപാതകത്തിനെ ബന്ധിപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള കാര്യം ഈ വിഷയത്തിൽ പൂജാരിക്കുണ്ടോ എന്നത് തന്നെയാണ് ഇനി പരിശോധിക്കുകയും ചെയ്യേണ്ടത്. ഏതായാലും അന്വേഷണ സംഘം പൂജാരിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് എന്താണ് ഇവർക്ക് പങ്ക് എന്നുള്ളത് തന്നെയാണ്. കാരണം നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നത്, ഈ ശ്രീധുവിൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ 16-ാം ദിവസമാണ് ഈ കുഞ്ഞിൻ്റെ കൊലപാതകം നടക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെ ആ ദിവസം തിരഞ്ഞെടുക്കുന്നതിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഈ ഉപദേശമുണ്ടോ എന്നതടക്കമുള്ള സംശയം അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടാണോ എന്നത് പരിശോധിക്കുക തന്നെയാണ് നിലവിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പൂജാരിയിലേക്കുള്ള അന്വേഷണം നീളുന്നത്. ഒപ്പം തന്നെ ശ്രീധു പലതവണയായി പലരോടും കടം വാങ്ങിയിട്ടുണ്ടെന്നും സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. ഈ പണം എവിടേക്ക് പോയി എന്നതടക്കമുള്ള ചോദ്യങ്ങളും അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെയും പരിശോധിച്ച് വരുമ്പോൾ ഒരുപക്ഷെ ഈ പൂജാരിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നത് തന്നെയാണ് ഇനി കണ്ടെത്തേണ്ടത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ ആഭിചാരമായി ബന്ധപ്പെട്ടുകൊണ്ടോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രാഥമികമായി ലഭിക്കുന്നത് വെച്ച് പല രീതിയിൽ പറയുന്നത്, ഈ തൊട്ടടുത്ത അയൽപ്പക്കക്കാരൊക്കെ തന്നെയും പറയുന്നത് അവർ ഇതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പൂജയുമായി ബന്ധപ്പെട്ടോ ഇയാളെ ബന്ധപ്പെടാറില്ല എന്നത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ പക്ഷേ ആളുകൾ ഇങ്ങോട്ടേക്ക് വരാറുണ്ടായിരുന്നു. അപ്പോൾ വഴി ചോദിക്കുമ്പോഴൊക്കെ തന്നെയും ആളുകാർക്ക് വഴി പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വീടിനകത്തെത്തി മുറ്റം കടന്നു കഴിഞ്ഞാൽ മറ്റൊരു വലിയൊരു മുറിയാണ്. ഇവിടെ മറ്റു പൂജാ സാധനങ്ങളൊക്കെ തന്നെയും ക്രമീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് രാവിലെയും ആ പൂജ നടന്ന അല്ലെങ്കിൽ വിളക്ക് വെച്ച് മറ്റെന്തെങ്കിലും കർമ്മം നടത്തിയതായുള്ള സൂചനകളും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. അപ്പുറത്തായി തന്നെ ചെറിയ യാഗത്തറകളും അവിടെ തന്നെയുണ്ട്. അങ്ങനെ ഈ ഓരോ സ്ഥലങ്ങളിലായി പൂജാദ്രവ്യങ്ങളുണ്ട്, പൂജാ സാധനങ്ങളുണ്ട്, പൂജ നടത്തുന്നതിനാവശ്യമായ ഈ സാധനങ്ങൾ, ഒപ്പം തന്നെ ഈ യാഗത്തറകൾ, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇതുമായി ഏതെങ്കിലും തരത്തിൽ ഇത് ബന്ധപ്പെടുന്നുണ്ടോ, അതായത് ആളുകൾ ഈ ശ്രീധുവും ഹരികുമാറും ഇവിടെ എത്തിയതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള
നേരത്തെ ചിലർ സംശയമായി പ്രകടിപ്പിച്ചിരുന്നത് ഒരുപക്ഷെ ഈ വീട്ടിലെ അഭിവൃദ്ധിക്കായി ഇനിയുള്ള നല്ല രീതിയിൽ പോകാനായി കുഞ്ഞിനെ കൊല ചെയ്യുക അങ്ങനത്തെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഈ പൂജാരിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള സംശയമുണ്ട്. സംശയം മാത്രമാണ്. ഏതായാലും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ആ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ ഇതിൽ കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ എന്നതാണ്. പക്ഷേ നാട്ടുകാർ പറയുന്നത് പ്രകാരം ഇയാൾ പ്രദീപാണ്. ഇയാൾ നേരത്തെ ഇയാളുടെ പേര് പ്രദീപായിരുന്നു. അതിനുശേഷമാണ് ദേവിദാസൻ എന്ന പേരിലേക്ക് എത്തുന്നത്. ഏകദേശം 7 വർഷമേ ആയിട്ടുള്ളൂ ഇവിടെ ഇത്തരത്തിൽ പൂജയും കർമ്മങ്ങളും ഒക്കെ ആയി തന്നെ പോകാൻ തുടങ്ങിയിട്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരൊന്നും പൊതുവെ വലിയ രീതിയിൽ ബന്ധമുള്ള ആളല്ല ഇയാൾ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പലരും ഇവിടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ആളുകൾ കുറവാണ്. അതുകൊണ്ട് നമുക്ക് സംസാരിക്കാനുള്ള പ്രതികരണം തേടും എന്നുള്ളത് തന്നെയാണ്. കാരണം വന്നപ്പോൾ തന്നെ ആളുകളുടെ വളരെ കുറവുണ്ടായിരുന്നു. പക്ഷേ ഈ വീട്ടിൽ മറ്റാരും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീട്ടിലേക്ക് മറ്റാരെയും കണ്ടിരുന്നില്ല. ഈ വീട്ടിൽ നിന്നാണ് ഇയാളെ രാവിലെയോടുകൂടി തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുന്നത്. ചോദ്യം ചെയ്യലിൽ കൂടുതൽ വ്യക്തത വരുമെന്നത് തന്നെയാണ്. കാരണം ശ്രീധു പറയുന്ന മൊഴികളിലൂടെയാണ് ഇപ്പോൾ ഈ പൂജാരിയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീധുവിനെയും ഈ പൂജാരിയെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് തന്നെ ഇനി ഒരു പക്ഷേ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിലൊരു കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്നത് തന്നെയാണ് സ്മൃതി. സുനിഷ ഇല്ലൂരാണ് ഇപ്പോൾ കരിക്കകത്ത് ദേവിദാസിൻ്റെ വീട്ടിൽ നിന്നും തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പൂജാ സാമഗ്രികൾ അവിടെ കാണാം. പൂജ ചെയ്യുന്ന തറ കാണാം. എന്ത് തരം പൂജയാണ് ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും ദേവീദേവന്മാരുടെ ചിത്രങ്ങളടക്കം അവിടെ വെച്ചിരിക്കുന്നു. പക്ഷേ നാട്ടുകാർ ഇവിടെ ഈ പൂജാരിയെ പൂജകൾക്കായി സമീപിച്ചിരുന്നില്ല എന്നൊരു കാര്യം കൂടി നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വഴി ചോദിച്ചെത്താറുണ്ട്, വഴി പറഞ്ഞു കൊടുക്കാറുണ്ട് എന്ന് മാത്രമാണ് നാട്ടുകാർ പറയുന്നത്. പ്രദീപ് എന്നായിരുന്നു നേരത്തെ പേര്. 5 വർഷമേ ആയിട്ടുള്ളൂ ഇവിടെ ഈ പൂജാരി ആയി ഇയാൾ മാറുകയും പേര് മാറ്റുകയും ചെയ്തിട്ട് എന്നാണ് അറിയാനാകുന്നത്. സർവത്ര സങ്കീർണമായ കേസാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപാട് ദുരൂഹതകൾ കേസുമായി ബന്ധപ്പെട്ടപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. 2 വയസ്സുകാരി ദേവേന്ദുവിനെ എന്തിനു കൊന്നു എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് പോലീസ്. ഇപ്പോൾ ഇയാളെ അല്പം സമയം മുമ്പാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് എന്നാണ് ഇപ്പോൾ അറിയാനാകുന്നത്.